ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ ആൻഡ് റൈബോസോം എന്നിവയെ പറ്റിയാണ്. അവയുടെ സ്ട്രക്ചറും ഫങ്ഷനും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ സെൽ ഓർഗനൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, സെല്ലിൻ്റെ ഉള്ളിൽ വിവിധ തരത്തിലുള്ള ഓർഗനൽസ് ഉണ്ട് അല്ലേ. അവ ഫങ്ഷണൽ സ്ട്രക്ചേഴ്സാണ്. സെല്ലിനുള്ളിലെ ഫങ്ഷണൽ സ്ട്രക്ചേഴ്സാണ് സെൽ ഓർഗനൽസ്. അതുപോലെ തന്നെ സെല്ലിൻ്റെ ഉള്ളിൽ മറ്റ് ചില സബ്സ്റ്റൻസസ് കൂടിയുണ്ട്. അവയാണ് സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ്. ദേ ആർ ആക്ച്വലി നോൺ ലിവിങ് സബ്സ്റ്റൻസസ്. സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് എന്ന് പറയുന്നത് ലിവിങ് സബ്സ്റ്റൻസ് ആണ്. പക്ഷേ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് ആർ ആക്ച്വലി നോൺ ലിവിങ് സബ്സ്റ്റൻസസ്. അതായത് സ്റ്റോർഡ് ന്യൂട്രിയൻസ്, സെക്രീറ്ററി പ്രൊഡക്ട്സ്, പിഗ്മെൻറ്റ് ഗ്രാന്യൂൾസ് എന്നിവയൊക്കെ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസിൽ ഉൾപ്പെടുന്നു. സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അവയാണ് ഓർഗനൽസ് വിത്തൗട്ട് മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനൽസ്. ഉദാഹരണത്തിന് സെൽ വാൾ, റൈബോസോംസ് ആൻഡ് സൈറ്റോസ്കെലട്ടൺ ഇവയൊക്കെ മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനൽസാണ്. ഇനി സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ്, അവയാണ് വാക്യൂൾ, ലൈസോസോം, ഗോൾജി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇവയെല്ലാം സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസാണ്. ഇനി ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അവയാണ് ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഇത് മൂന്നും ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസിന് ഉദാഹരണങ്ങളാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി സെൽ, ജനറ്റിക്കലി ആൻഡ് മെറ്റബോളിക്കലി. ഇറ്റ് ഈസ് ദി സീറ്റ് ഓഫ് ക്രോമസോംസ് വിച്ച് ക്യാരി ജീൻസ് ദാറ്റ് ഗവേൺ ഹെറിഡിറ്റി, വാരിയേഷൻ, മെറ്റബോളിസം ആൻഡ് മോർഫോജനസിസ്. Thus, nucleus functions as the storehouse of genetic information and the organizing center and the directing and regulating unit of all cellular activities. അപ്പോൾ ന്യൂക്ലിയസിന് ജനറ്റിക്കലായിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്ന ഫങ്ഷൻസും ഉണ്ട്. ഇവിടെയാണ് ക്രോമസോംസ് ഇരിക്കുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ജീൻസിനെ ക്യാരി ചെയ്യുന്നു. ഇതുവഴി ഹെറിഡിറ്റിയെ ഗവേൺ ചെയ്യുന്നു, വാരിയേഷനെ നിയന്ത്രിക്കുന്നു, മെറ്റബോളിസത്തിലൊരു ഫങ്ഷനുണ്ട്, അതുപോലെ തന്നെ മോർഫോജനസിസിലും ഫങ്ഷനുണ്ട്. Nucleus is the membrane-bound organelle containing chromosomes and nucleolus. It controls all the cellular activities, so it is referred to as the controlling center of the cell. It is the administrative office of the cell. It was first discovered by Robert Brown, and the study of nucleus is termed as karyology. Nucleus is the largest organelle of the cell. ഇവിടെ നമുക്ക് കാണാം, ചീക്ക് എപ്പിത്തീരിയൽ സെൽസ് കളക്ട് ചെയ്ത് അവയെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം സ്റ്റെയിൻ ചെയ്ത് അവയെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വഴി നോക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ ന്യൂക്ലിയസിനെ ചിലപ്പോൾ ആദ്യമായിട്ട് കണ്ടത് ഈ ഒരു എക്സ്പെരിമെൻ്റ് വഴിയായിരിക്കാം. The nucleus is present in all eukaryotic cells. However, it is absent from RBC of human and some lens cells of eye. The sieve tubes of plants also lack nucleus. മിക്കവാറും എല്ലാ യൂക്കാരിയോട്ടിക് സെൽസിനും ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ മെച്യൂർ RBCയിലും അതുപോലെ തന്നെ ചില ലെൻസ് സെൽസിലും ന്യൂക്ലിയസിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറില്ല. പിന്നെ പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ സീവ് ട്യൂബ് സെൽസിൽ ന്യൂക്ലിയസിൻ്റെ സാന്നിധ്യമില്ല. ഇൻ യൂക്കാരിയോട്സ് ദ ന്യൂക്ലിയസ് ഇസ് സറൗണ്ടഡ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ, നമ്മൾ പറഞ്ഞു അല്ലേ. ബട്ട് ഇൻ പ്രോകാരിയോട്സ് ദ ന്യൂക്ലിയസ് ഇസ് നോട്ട് സറൗണ്ടഡ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ. സച്ച് എ ന്യൂക്ലിയസ് വിത്തൗട്ട് എ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് കാൾഡ് ന്യൂക്ലിയൈഡ് or incipient nucleolus. There is a definite relation or ratio between nuclear volume and cytoplasmic area. It is called nucleocytoplasmic index. In case of nucleus, there are two phases of existence, metabolic and dividing phase. Metabolic അല്ലെങ്കിൽ non-dividing phase അല്ലെങ്കിൽ interphase nucleus phase. അടുത്തതായിട്ട് ഡിവൈഡിങ് ഫേസ്. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇൻ്റർഫേസ് ന്യൂക്ലിയസിനെ പറ്റിയാണ്. സ്ട്രക്ചർ ഓഫ് ദി ഇൻ്റർഫേസ് ന്യൂക്ലിയസ്. ഇറ്റ്സ് എ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. സെല്ലുലാർ DNA ബൗണ്ട് പ്രോട്ടീൻസ്, RNA അസോസിയേറ്റഡ് പ്രോട്ടീൻസ് എക്സെട്ര ആർ വെൽ പ്രിസർവ്ഡ് ഇൻ എ ഇൻ്റർഫേസ് ന്യൂക്ലിയസ്. ദർ ആർ 4 മെയിൻ പാർട്സ്: ന്യൂക്ലിയർ എൻവലപ്പ്, ന്യൂക്ലിയോപ്ലാസം ഗ്രാനുലാർ സെമി സോളിഡ് സബ്സ്റ്റൻസ് ആണ്. പിന്നെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കാണാം, ന്യൂക്ലിയോലസും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് ഒരു ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറാണ്.
ന്യൂക്ലിയർ പോർ കാണാം, ന്യൂക്ലിയർ എൻവലപ്പ് കാണാം, ന്യൂക്ലിയോലസ് കാണാം, കാരിയോലിംഫ് ഓർ ന്യൂക്ലിയോപ്ലാസം ഇസ് ആക്ച്വലി സീൻ, ക്രോമോസെൻറ്റർ എന്ന് പറയുന്നൊരു റീജിയൻ കാണാം, സെപ്റ്റം കാണാൻ സാധിക്കും, യൂക്രോമാറ്റിനും അതുപോലെ ഹെറ്ററോക്രോമാറ്റിനും ഉണ്ട്. ഇവിടെ ഏറ്റവും പുറത്തായിട്ടുള്ളത് ന്യൂക്ലിയർ മെംബ്രെയിനാണ്. പിന്നീട് അതിൻ്റെ ഉള്ളിൽ ഗ്രാനുലാർ സെമി സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ന്യൂക്ലിയോപ്ലാസം കാണാം. അതിനെ ന്യൂക്ലിയർ സാപ്പ് അല്ലെങ്കിൽ കാരിയോലിംഫ് എന്നീ പേരുകളിലും വിളിക്കാറുണ്ട്. ദി ന്യൂക്ലിയോപ്ലാസം കണ്ടെയ്ൻസ് ക്രൊമാറ്റിൻ, റെറ്റിക്കുലം ആൻഡ് ന്യൂക്ലിയോലസ്. ചിത്രം കണ്ടാൽ അറിയാം അല്ലേ. ഇനി ന്യൂക്ലിയർ മെംബ്രെയിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. The nucleus is separated from the cytoplasm by a semi-permeable membrane, the nuclear membrane. It is also called nuclear envelope or karyotheca. ന്യൂക്ലിയർ എൻവലപ്പ് വെച്ചാണ് ന്യൂക്ലിയസ് കവർ ചെയ്തിരിക്കുന്നത്. അതിനെ കാരിയോതീക്ക എന്നും വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് ആൻഡ് ലിപ്പോപ്രോട്ടീൻ ഇൻ നേച്ചർ ആസ് ദി പ്ലാസ്മ മെംബ്രെയിൻ. ദി ഔട്ടർ ലെയർ ഇസ് കാൾഡ് എക്ടോകാരിയോതീക്ക ആൻഡ് ദ ഇന്നർ ലെയർ ഇസ് കാൾഡ് എൻഡോകാരിയോതീക്ക. They are separated by a perinuclear space. The nuclear membrane has a fluid mosaic structure similar to plasma membrane. The inner nuclear membrane is lined by a fibrous material called nuclear lamina. അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഔട്ടർ എക്ടോകാരിയോതീക്ക അതുപോലെ തന്നെ ഇന്നർ എൻഡോകാരിയോതീക്ക. ഇവയ്ക്കിടയിൽ ഒരു പെരിന്യൂക്ലിയർ സ്പേസും കാണാം. മെംബ്രെയിനസ് ബൗണ്ടറിയാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ മെംബ്രെയിനസ് ബൗണ്ടറി ദാറ്റ് സറൗണ്ട്സ് ആൻഡ് എൻവലപ്സ് ന്യൂക്ലിയസ്. അതൊരു പെർമിയബിലിറ്റി ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു. മൈറ്റോസിസിൻ്റെ സമയത്ത് പ്രോഫേസ് ആകുമ്പോൾ ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ആവും. പിന്നീട് ടീലോഫേസിൻ്റെ സമയത്ത് അത് റീഅപ്പിയർ ആവും. ഇറ്റ്സ് ആക്ച്വലി ഫോംഡ് ഫ്രം എലമെൻറ്റ്സ് ഓഫ് ER and it's supported by intermediate filaments. Intermediate filaments ന്യൂക്ലിയർ എൻവലപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ഫങ്ഷൻ? റെഗുലേഷൻ ഓഫ് ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് എക്സ്ചേഞ്ചസ്, ഫോർമേഷൻ ഓഫ് ER, പ്രിസർവ്സ് സെല്ലുലാർ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ക്രോമസോമൽ DNA. ഈ 4 കാര്യങ്ങളാണ് ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ഫങ്ഷൻസ്. എന്തൊക്കെയാണ്? റെഗുലേഷൻ ഓഫ് ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് എക്സ്ചേഞ്ചസ്, ഫോർമേഷൻ ഓഫ് ER എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പ്രിസർവ്സ് സെല്ലുലാർ ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്രൊട്ടക്ട്സ് ക്രോമസോമൽ DNA. ക്രോമസോമൽ DNA പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം ന്യൂക്ലിയോലസ് കാണിച്ചിട്ടുണ്ട്, ന്യൂക്ലിയോപ്ലാസം കാണിച്ചിട്ടുണ്ട്, DNA ക്രൊമാറ്റിൻ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. റൈബോസോംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ന്യൂക്ലിയർ പോസ് ക്യാൻ ബി സീൻ, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ ഇവയെ കുറച്ച് വലുതാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂക്ലിയോപ്ലാസം കാണാം, അത് കഴിഞ്ഞാൽ ഇന്നർ മെംബ്രെയിനാണ്. ശേഷം ഇവയ്ക്കിടയിലൊരു വിടവുണ്ട്, അതാണ് പെരിന്യൂക്ലിയർ സ്പേസ്. പിന്നീട് ഔട്ടർ മെംബ്രെയിൻ, ഏറ്റവും പുറത്തായിട്ട് സൈറ്റോപ്ലാസം. The nuclear membrane contains many pores called nuclear pores which forms passageways between the nucleoplasm and cytoplasm. Nuclear pores എന്ന സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും ന്യൂക്ലിയർ മെംബ്രെയിനിൽ. അവയെപ്പറ്റിയാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ന്യൂക്ലിയസിലുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിസ്റ്റോൺസ്, DNA പോളിമറേസ്, RNA പോളിമറേസ്, ATPase, ഗ്ലൂക്കോസ് 6-ഫോസ്ഫറ്റേസ്, സൈറ്റോക്രോംസ് ഇവയൊക്കെ അടങ്ങിയിരിക്കുന്നു ന്യൂക്ലിയസിൽ. All these proteins are synthesized by cytorribosomes. ന്യൂക്ലിയസിൻ്റെ പുറത്തു നിന്നും ഈ പ്രോട്ടീൻസ് എല്ലാം സിന്തസൈസ് ആയതിനു ശേഷം അവയെ ന്യൂക്ലിയസിലേക്ക് എത്തിക്കുന്നു. സൈറ്റോറൈബോസോംസ് ആണ് ഇവയെല്ലാം നിർമ്മിക്കുന്നത്. So let's learn about nuclear pore complex. The nuclear pores are arranged randomly in most of animal cells, in clusters in lymphocytes and oocytes, and in definite rows in plant cells. The nuclear pore has a complex organization. Nuclear pore complex-നെ പറ്റി നമുക്ക് പഠിക്കാം. Nuclear envelope is a porous covering, but its pores are not wide open channels.
They are occluded with electron dense material. പോഴ്സ് ഓപ്പൺ ചാനൽസ് അല്ല, അവ ഇലക്ട്രോൺ ഡെൻസ് മെറ്റീരിയൽ വെച്ച് ഒക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്നാമതായിട്ട് ഒരു ഹോളോ സിലിണ്ടർ കാണാം, അതാണ് ആനുവലസ്. പിന്നെ ഒരു ന്യൂക്ലിയർ പോറിനെയും അതിൻ്റെ ആനുവലസിനെയും കൂടെ ചേർത്ത് വിളിക്കുന്നതാണ് പോർ കോംപ്ലക്സ്. ആനുലാർ wall has 2 rings, outer cytoplasmic ring and inner nuclear ring. Each ring is made up of 8 protein units or annular granules or microcylinders. Central granule or plug can be seen, which is connected to annular granules by 8 fibrous spokes. The number of pores in the nuclear membrane seems to correlate with the transcriptional activity of cell. അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിനിലുള്ള പോഴ്സിൻ്റെ എണ്ണം ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി ഓഫ് ദി സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. സെൻട്രൽ ചാനൽ കാണാം, സൈറ്റോപ്ലാസ്മിക് ഫിലമെൻറ്റ്സ്, സൈറ്റോപ്ലാസ്മിക് റിങ്, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ന്യൂക്ലിയർ റിങ്, പിന്നെ സ്പോക്ക് കോംപ്ലക്സ്, ബൈലെയർ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയർ റിങ്, ന്യൂക്ലിയർ ബാസ്ക്കറ്റ് എല്ലാം നമുക്ക് കാണാം. ഇനി എന്താണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. Nuclear pore complex is a site for selective bidirectional movement of macromolecules between nucleus and cytoplasm. മാക്രോമോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനുള്ള ഒരു സൈറ്റാണ് ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. It acts as spacers for maintaining the parallel spacing of inner and outer nuclear membrane. ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് സ്പേസറായിട്ട് ആക്ട് ചെയ്യുന്നു, ഇന്നർ ആൻഡ് ഔട്ടർ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഇടയിലുള്ള സ്പേസിങ് കറക്റ്റാക്കാൻ വേണ്ടി ആക്ട് ആസ് സ്പേസേഴ്സ്. പിന്നെ ഇറ്റ്സ് ആക്ച്വലി എ ബാരിയർ ഫോർ ഫ്രീ ഡിഫ്യൂഷൻ, ബാരിയർ ടു ഫ്രീ ഡിഫ്യൂഷൻ. Nuclear pores function export and import pathways. Proteins and metabolites diffuse to the aqueous channel. tRNAs and mRNAs are exported from the nucleus into the cytoplasm. All the nuclear proteins are imported into the nucleus from the cytoplasm. എന്തൊക്കെയാണ് പറഞ്ഞത്? പാസേജ് സൈറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു മാക്രോമോളിക്യൂൾസിൻ്റെ, പിന്നെ സ്പേസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, രണ്ട് ഇന്നർ ആൻഡ് ഔട്ടർ മെംബ്രെയിനുകൾ തമ്മിലുള്ള അകലം നിയന്ത്രിക്കുന്ന സ്പേസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, പിന്നെ ഫ്രീ ഡിഫ്യൂഷൻ ഒരു ബാരിയറുമായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയോപ്ലാസത്തിനെ പറ്റിയാണ്. ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയർ സാപ്പ് അല്ലെങ്കിൽ കാരിയോപ്ലാസം, കാരിയോലിംഫ് എങ്ങനെയെല്ലാം ന്യൂക്ലിയോപ്ലാസത്തിനെ വിളിക്കാം. ന്യൂക്ലിയോപ്ലാസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ, പ്രോട്ടീൻസ്, എൻസൈംസ്, സ്മോൾ എമൗണ്ട് ഓഫ് DNA, RNAs, ന്യൂക്ലിയോടൈഡ് മോണോമേഴ്സ്, ഫോസ്ഫോലിപ്പിഡ്സ്, എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് മിനറൽ അയോൺസ് ഇവയൊക്കെ ചേർത്താണ് ന്യൂക്ലിയോപ്ലാസം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അവയുടെ ഉള്ളിൽ ക്രൊമാറ്റിൻ ത്രെഡ്സ് കാണാം. രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻസാണ് ന്യൂക്ലിയോപ്ലാസത്തിലുള്ളത്, ബേസിക് പ്രോട്ടീൻസും അസിഡിക് പ്രോട്ടീൻസ്. ബേസിക് പ്രോട്ടീൻസ് അതായത് ന്യൂക്ലിയോ പ്രോട്ടാമിൻസ് അല്ലെങ്കിൽ ന്യൂക്ലിയോ ഹിസ്റ്റോൺസ് ആണ് ബേസിക് പ്രോട്ടീൻസിൽ വരുന്നത്. അസിഡിക് പ്രോട്ടീൻസ് ആർ ആക്ച്വലി എൻസൈംസ്. റൈബോന്യൂക്ലിയോപ്രോട്ടീൻ ഗ്രാന്യൂൾസ് ക്യാൻ ബി സീൻ ഇൻ ന്യൂക്ലിയോപ്ലാസം. ഇൻ്റർക്രൊമാറ്റിൻ ഗ്രാന്യൂൾസ്, അതുപോലെ പിരിക്രൊമാറ്റിൻ ഗ്രാന്യൂൾസ് എന്നിവയെല്ലാം ന്യൂക്ലിയോപ്ലാസത്തിൽ കാണാൻ സാധിക്കും. എവിടെയാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് മനസ്സിലായല്ലോ, പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ന്യൂക്ലിയോപ്ലാസം? ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം ആക്ടിവിറ്റി. ന്യൂക്ലിയോപ്ലാസം ഈസ് ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം ആക്ടിവിറ്റി. ആക്റ്റീവ് റോൾ ഇൻ DNA ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ജനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ. അതുപോലെ മെച്ചുറേഷൻ ഓഫ് RNA ആൻഡ് ഇറ്റ്സ് എക്സ്പോർട്ട് ടു സൈറ്റോപ്ലാസം. RNAയുടെ മെച്ചുറേഷനും അത് സൈറ്റോപ്ലാസത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും ന്യൂക്ലിയോപ്ലാസം ഹെൽപ്പ് ചെയ്യുന്നു. ന്യൂക്ലിയോപ്ലാസം ഇസ് ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം ആക്ടിവിറ്റി. എൻസൈം ആക്ടിവിറ്റിയുടെ ആക്റ്റീവ് സൈറ്റായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ DNA ഡ്യൂപ്ലിക്കേഷനിലും ജനറ്റിക് ട്രാൻസ്ക്രിപ്ഷനിലും ന്യൂക്ലിയോപ്ലാസത്തിന് കാര്യമായ റോളുണ്ട്. പിന്നെ
RNAയുടെ മെച്ചുറേഷനും അത് സൈറ്റോപ്ലാസത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിലും ന്യൂക്ലിയോപ്ലാസം മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇനി അടുത്ത പാർട്ടാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. In the interphase nucleus, chromosomes exist in the form of tangled network of long thin filaments known as chromatin reticulum. ഇവ ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആയിരിക്കും, ത്രെഡ് ലൈക്ക് ബോഡീസ് ആണ്. അവയെ ക്രോമോനിമാറ്റ എന്ന് വിളിക്കുന്നു. പിന്നെ അവയുടെ ഒരു നെറ്റ്വർക്കാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഇൻ്റർഫേസ് ന്യൂക്ലിയസിൽ ക്രോമോസോംസ് ടാങ്കിൾഡ് നെറ്റ്വർക്ക് ആയിട്ടുള്ള ക്രോമാറ്റിൻ റെറ്റിക്കുലമായിട്ട് കാണപ്പെടുന്നു. പിന്നീട് ഏർലി പ്രോഫേസിൻ്റെ സമയത്ത് ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ്ഡ് ആയിട്ടാണ് ക്രോമോസോംസായി മാറുന്നത്. ചില ക്രോമോസോംസ് പെർമനൻ്റ്ലി കണ്ടൻസ്ഡ് സ്റ്റേറ്റിൽ നിലകൊള്ളാറുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് ഹെറ്ററോപൈക്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പെർമനൻറ്റ് കണ്ടൻസ്ഡ് സ്റ്റേറ്റിലുള്ള ക്രോമോസോംസ് ആർ ആക്ച്വലി കാൾഡ് ഹെറ്ററോക്രോമോസോംസ്. ചില ക്രോമോസോംസ് ഇത്തരത്തിലുള്ള ഹെറ്ററോപൈക്നോസിസിന് വിധേയരാവാറില്ല. അവയാണ് എക്സ്റ്റെൻഡഡ് ക്രോമോസോംസ്, അതായത് നോൺ ഹെറ്ററോപൈക്നോട്ടിക് ക്രോമോസോംസ്, ആക്ച്വലി കാൾഡ് യൂക്രോമാറ്റിൻ. ഈ യൂക്രോമാറ്റിൻ ജനറ്റിക്കലി ആൻഡ് മെറ്റബോളിക്കലി ആക്റ്റീവാണ്, പക്ഷേ ഹെറ്ററോക്രോമാറ്റിൻ അങ്ങനെയല്ല. Chromatin filaments are formed of deoxyribonucleoprotein. ഡിയോക്സിറൈബോന്യൂക്ലിയോപ്രോട്ടീൻ വെച്ചാണ് ക്രൊമാറ്റിൻ ഫിലമെൻറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലെ ഗ്രാനുലാർ റീജിയൻസ് കാണാം, അവയാണ് ക്രോമോമേഴ്സ്. പിന്നെ ലാർജ് ഡെൻസ് റീജിയൻസ് കാണാം, അവയാണ് ക്രോമോസെൻറ്റേഴ്സ്. ഹെറ്ററോക്രൊമാറ്റിൻ രണ്ട് തരത്തിലുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെറ്ററോക്രൊമാറ്റിൻ ആൻഡ് ഫാക്കൽറ്റേറ്റീവ് ഹെറ്ററോക്രൊമാറ്റിൻ. കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെറ്ററോക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി പെർമനൻ്റ്ലി കണ്ടൻസ്ഡ്. But facultative heterochromatin is actually condensed only in some phases. ചില സമയത്ത് അവ എക്സ്റ്റെൻഡഡ് ആയിട്ട് യൂക്രോമാറ്റിൻ്റെ സ്വഭാവം കാണിക്കും, അല്ലാത്തപ്പോൾ കണ്ടൻസ്ഡ് ആയിട്ട് ഇരിക്കും. അതാണ് ഫാക്കൽറ്റേറ്റീവ് ഹെറ്ററോക്രോമാറ്റിൻ. ക്രൊമാറ്റിൻ ഫിലമെൻ്റ് ഡിയോക്സിറൈബോന്യൂക്ലിയോപ്രോട്ടീൻ വെച്ച് നിർമ്മിച്ചിരിക്കുന്നത് DNA ഉണ്ട്, ഹിസ്റ്റോൺ, RNA, നോൺ ഹിസ്റ്റോൺ അസിഡിക് പ്രോട്ടീൻസ് എന്നിവയൊക്കെ ക്രൊമാറ്റിൻ ഫിലമെൻറ്റിൽ കാണാം. സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് ക്രൊമാറ്റിൻ ഫൈബർ ഇസ് ആക്ച്വലി ദി ന്യൂക്ലിയോസോംസ്. ന്യൂക്ലിയോസോംസ് ആണ് ക്രൊമാറ്റിൻ ഫൈബറിൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റ്സ്. There are small granular aggregations of chromatin called karyosomes or endosome. ഇത് കോമൺ ഇൻ വെസിക്കുലാർ ന്യൂക്ലിയൈ. വെസിക്കുലാർ ന്യൂക്ലിയയിലാണ് ഇത്തരത്തിലുള്ള കാരിയോസോംസ് കാണപ്പെടുക. കാരിയോസോംസ് എന്താണ്? ദേ ആർ സ്മോൾ ഗ്രാനുലാർ അഗ്രിഗേഷൻസ് ഓഫ് ക്രൊമാറ്റിൻ. സ്മോൾ ഗ്രാനുലാർ അഗ്രിഗേഷൻസ് ഓഫ് ക്രൊമാറ്റിൻ. ഇനി അടുത്തതായിട്ട് ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസിനെ പറ്റി നമുക്ക് പഠിക്കാം. ഇവ ഡെൻസ് ബോഡീസാണ്. ന്യൂക്ലിയസിനുള്ളിലെ ഡെൻസ് ബോഡീസാണ് ന്യൂക്ലിയോലസ്. ഇൻ സം ആൽഗെ, അൺഡിഫറൻഷ്യേറ്റഡ് എംബ്രിയോ സെൽസ്, സ്പെർമാറ്റോസോവ ഇവയിലൊന്നും ന്യൂക്ലിയോലസ് കാണാൻ സാധിക്കില്ല. ഇത് സ്മോൾ ഇൻ പ്രോട്ടീൻ സിന്തറ്റിക്കലി ഇനാക്റ്റീവ് സെൽസ്, ലാർജ് ആൻഡ് പ്രൊമിനൻ്റ് ഇൻ പ്രോട്ടീൻ സിന്തറ്റിക്കലി ആക്റ്റീവ് സെൽസ്. പ്രോട്ടീൻ സിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സെൽസിലെ ന്യൂക്ലിയോലസ് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് വലുതായിട്ട് കാണാം. പക്ഷേ പ്രോട്ടീൻ സിന്തറ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള സെൽസിൽ ന്യൂക്ലിയോലസ് ചെറുതായിരിക്കും. ന്യൂക്ലിയോലസിന് ഒരു ലിമിറ്റിംഗ് മെംബ്രെയിൻ ഇല്ല, പക്ഷേ അത് ഒരു ഇൻടാക്റ്റ് ഓർഗനൈസേഷൻ നിലനിർത്തുന്നു. ലിമിറ്റിംഗ് മെംബ്രെയിൻ ഇല്ലെങ്കിലും ഇത് സാധ്യമാവുന്നത് Ca++ൻ്റെ കോൺസെൻട്രേഷൻ ഒരു ഒപ്റ്റിമൽ സ്റ്റേജിൽ നിലനിർത്തുന്നത് വഴിയാണ്. So there are many different parts of nucleolus. First one is the granular portion, granular zone or pars granulosa. പിന്നെ fibrillar zone or pars fibrosa and nucleolar matrix. പിന്നെ nucleolar chromatin, pars chromosa and amorphous portion is also there. So nuclear matrix is actually composed of rRNAs and proteins,
but granular zone is composed of ribonucleoprotein granules. പക്ഷേ ഫൈബ്രില്ലാർ സോണിൽ റൈബോന്യൂക്ലിയോപ്രോട്ടീൻ ഫിലമെൻറ്റ്സ് ആണുള്ളത്. ഈ റൈബോന്യൂക്ലിയോപ്രോട്ടീൻ ഗ്രാന്യൂൾസും റൈബോന്യൂക്ലിയോപ്രോട്ടീൻ ഫിലമെൻറ്റ്സും റൈബോസോമൽ സബ് യൂണിറ്റ്സിൻ്റെ പ്രീകേഴ്സേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. ന്യൂക്ലിയോലസിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ RNA, DNA, പ്രോട്ടീൻസ്, എൻസൈംസ്, ആസിഡ് ഫോസ്ഫറ്റേസ്, ന്യൂക്ലിയോസൈഡ് ഫോസ്ഫറ്റേസ്, RNA മെഥിലേസസ് എന്നിവയൊക്കെയാണ് ന്യൂക്ലിയോലസിൻ്റെ കെമിക്കൽ കമ്പോണൻറ്റ്സ്. Based on distribution of granules, nucleolus can be classified into many different types such as homologous nucleolus, heterogeneous nucleolus and ring nucleolus. ഗ്രാന്യൂൾസ് ന്യൂക്ലിയോലസിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് എന്നതിനനുസരിച്ചാണ് ഈ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഹോമോജിനസ് ന്യൂക്ലിയോലസിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ഗ്രാന്യൂൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഹെറ്ററോജനസ് ന്യൂക്ലിയസിൽ ഗ്രൂപ്പായിട്ട് ഈ ഗ്രാന്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇൻ റിംഗ് ന്യൂക്ലിയോലസ് ഗ്രാന്യൂൾസ് ആർ അറേഞ്ച്ഡ് ആസ് എ റിംഗ്. റിംഗ് ന്യൂക്ലിയസിൽ ഗ്രാന്യൂൾസ് ഒരു റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി ക്രോമോസെൻറ്റർ എന്നൊരു ഭാഗമുണ്ട്. ഇൻ സർട്ടൻ സെൽസ് സച്ച് ആസ് സലൈവറി ഗ്ലാൻഡ് സെൽസ് ഓഫ് ഡ്രോസോഫില ആൻഡ് some other cells of nucleus. In certain cells such as salivary gland cells of Drosophila and Sierra one or more areas of nucleus stain very dark with basic dyes. Such areas are called chromocenters. The chromocenters differ from the heterochromatin by their large size. Chromocenter എന്ന് പറയുന്നത് ഹെറ്ററോക്രോമാറ്റിൻ കൂടിയിരിക്കുന്ന ചില പ്ലേസസ് ആണ്. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് DNA ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെ സെൽ ഡിവിഷൻ്റെ സമയത്ത് നിലനിർത്താനാണ് ക്രോമോസെൻറ്റേഴ്സ് ഉപയോഗപ്പെടുത്തുന്നത്. ക്രോമോസെൻറ്റേഴ്സ് ആർ ഫോംഡ് വെൻ DNA ബൈൻഡിങ് പ്രോട്ടീൻസ് ലിങ്ക് മൾട്ടിപ്പിൾ ക്രോമസോംസ് ടുഗെദർ. എന്തൊക്കെയാണ് ന്യൂക്ലിയോലസിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. സിന്തസിസ്, സ്റ്റോറേജ് ആൻഡ് കെമിക്കൽ പ്രോസസ്സിംഗ് ഓഫ് rRNA, storage of ribosomal proteins, assembling of rRNA with ribosomal proteins to form ribosomal subunits. ഇവയൊക്കെയാണ് ന്യൂക്ലിയോലസിൻ്റെ ഫങ്ഷൻസ്. എന്തൊക്കെയാണ്? സിന്തസിസ്, സ്റ്റോറേജ് ആൻഡ് കെമിക്കൽ പ്രോസസ്സിംഗ് ഓഫ് rRNA, സ്റ്റോറേജ് ഓഫ് റൈബോസോമൽ പ്രോട്ടീൻസ്, അസംബ്ലിംഗ് ഓഫ് rRNA വിത്ത് റൈബോസോമൽ പ്രോട്ടീൻസ് ടു ഫോം റൈബോസോമൽ സബ് യൂണിറ്റ്സ്. ഇനി എന്തൊക്കെയാണ് ന്യൂക്ലിയസിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. മെറ്റബോളിസം, ഹെറിഡിറ്റി മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ഡിഫറൻഷിയേഷനിലെ മെയിൻ്റനൻസ്, പിന്നെ ഫെസിലിറ്റേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് റെപ്ലിക്കേഷൻ എന്നിവയൊക്കെയാണ് ന്യൂക്ലിയസിൻ്റെ ഫങ്ഷൻസ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇന്നർ മെംബ്രെയിൻ കാണാം, DNA മൈറ്റോകോൺട്രിയൽ DNA കാണാം, ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് കാണാം, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, റൈബോസോംസ് ആർ അറ്റാച്ച്ഡ്, ക്രിസ്റ്റേ എന്ന പ്ലേസ് കാണാം. ക്രിസ്റ്റയിൽ ETPase അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള പാർട്ടിക്കിൾസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതായിട്ട് കാണാം. ETPase ആണത്. ക്രിസ്റ്റയുടെ സൈഡുകളിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. The mitochondria are thread-like or granular cytoplasmic organelles. Mitochondria are self-duplicating, granular or filamentous organelles, centers of aerobic respiration, energy transduction, oxidative phosphorylation and ATP synthesis. ഈ 4 കാര്യങ്ങളിൽ മൈറ്റോകോൺട്രിയയ്ക്ക് മുഖ്യമായ റോളുണ്ട്. ഏതൊക്കെയാണ്? എയറോബിക് റെസ്പിറേഷനിൽ, എനർജി ട്രാൻസ്ഡക്ഷനിൽ, പിന്നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ, പിന്നെ ATP സിന്തസിസിൽ. ഈ 4 കാര്യങ്ങളിലും മൈറ്റോകോൺട്രിയയ്ക്ക് വ്യക്തമായ റോളുണ്ട്. Terminal oxidation of organic fuel molecules and the transformation of their potential chemical energy to biological available potential energy of ATP molecules. ഇത് മൈറ്റോകോൺട്രിയ ചെയ്യുന്ന ഒരു ഫങ്ഷനാണ്.
terminal oxidation of organic fuel molecules and the transformation of their potential chemical energy to biologically available potential energy of ATP molecules. ഫുഡിലുള്ള എനർജിയെ ബയോളജിക്കലി അവൈലബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറ്റുന്നു, ATP മോളിക്യൂൾസിൻ്റെ എനർജി ആയിട്ട് മാറ്റുന്നു മൈറ്റോകോൺട്രിയ. പിന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ നമുക്ക് പഠിക്കാം. ഇറ്റ്സ് ആക്ച്വലി എ ഡബിൾ വാൾഡ് സ്ട്രക്ചർ, ഫ്ലൂയിഡ് ഫിൽഡ് ആണ്. പ്രോട്ടീനേഷ്യസ് മെട്രിക്സ് കാണാം, പിന്നെ 2 മെംബ്രെയിൻസ് ഉണ്ട്. ഇനി മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലാമെല്ലാർ ഓർഗനൈസേഷനാണ്. ലിപ്പിഡ് ബൈലെയർ കാണാം. എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് പ്രോട്ടീൻസ് ആർ സീൻ അറ്റാച്ച്ഡ് ടു ദി മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഇൻറ്റർ മെംബ്രെയിൻ സ്പേസ് കാണാൻ സാധിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എൻസൈംസ്, കോഎൻസൈംസ് എന്നിവയൊക്കെ മെംബ്രെയിനിൽ കാണാം. ഇന്നർ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ്റെയും ATP സിന്തസിസിൻ്റെയും സൈറ്റാണ് ഇൻറ്റർ മെംബ്രെയിൻ, സെൻറ്റർ ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആൻഡ് ATP സിന്തസിസ്. പിന്നെ ലിപ്പിഡ് ടു പ്രോട്ടീൻ റേഷ്യോ ഈസ് ഹയർ ഇൻ ഔട്ടർ മെംബ്രെയിൻ. ഔട്ടർ മെംബ്രെയിനിൽ ലിപ്പിഡ് ടു പ്രോട്ടീൻ റേഷ്യോ ഹയർ ആയിരിക്കും. മോസ്റ്റ് എൻസൈംസ് ഓഫ് ഇന്നർ മെംബ്രെയിൻ ആർ റെസ്പിറേറ്ററി, സോ they help in ATP synthesis. ഔട്ടർ മെംബ്രെയിനിൽ അയോൺസിന് ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റും, പെർമിയബിൾ ആയിരിക്കും. ഔട്ടർ മെംബ്രെയിൻ ഇസ് ഫ്രീലി പെർമിയബിൾ ടു അയോൺസ് ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഇസ് ഇംപെർമിയബിൾ ടു മോസ്റ്റ് മോളിക്യൂൾസ് ആൻഡ് അയോൺസ്. ഇന്നർ മെംബ്രെയിനിൽ ഒരുപാട് കാരിയർ പ്രോട്ടീൻസ് ഉണ്ട്. അവയാണ് ട്രാൻസ്ലോക്കേസസ്, കാർഡിയോലിപ്പിനൊക്കെ എക്സാമ്പിളായിട്ട് വരും ഇന്നർ മെംബ്രെയിനിലുള്ള കാരിയർ പ്രോട്ടീൻസിന്. പിന്നെ ചില ഭാഗങ്ങളിൽ ഈ 2 ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും കോണ്ടാക്റ്റ് സോൺസ് ഉണ്ടാക്കും, അവ കോണ്ടാക്റ്റ് ചെയ്യും. ആ ഭാഗത്താണ് സൈറ്റോറൈബോസോംസ് അറ്റാച്ച് ചെയ്യുന്നത്. അവ എന്തിനാണ് അവിടെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈറ്റോപ്ലാസ്മിക് പ്രോട്ടീൻസിൻ്റെ എൻട്രി സൈറ്റായിട്ട് ഇത്തരത്തിലുള്ള കോണ്ടാക്റ്റ് സോൺസ് പ്രവർത്തിക്കുന്നു. ഇന്നർ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നർ മെംബ്രെയിനിൽ ഹോളോ ഇൻഫോൾഡിങ്സ് ആർ സീൻ. They are known as crista or mitochondrial crusts. ചിത്രത്തിൽ കാണാം, മൈറ്റോകോൺട്രിയൽ ക്രസ്റ്റസ് കാണിച്ചിട്ടുണ്ട്. മെട്രിക്സ് ഗ്രാന്യൂൾ കാണാം, റൈബോസോംസ് കാണാം, ATP സിന്തേസ് കാണാം, മൈറ്റോകോൺട്രിയൽ DNA, ഇന്നർ ബൗണ്ടറി മെംബ്രെയിൻ, മെട്രിക്സ്, പിന്നെ ഇൻട്രാ ക്രിസ്റ്റൽ സ്പേസ്, പെരിഫറൽ സ്പേസ്, ക്രിസ്റ്റേ, ഔട്ടർ മെംബ്രെയിൻ ഇത്യാദി ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇന്നർ മെംബ്രെയിനിൽ ക്രിസ്റ്റേ കാണുന്നു. ആ ക്രിസ്റ്റയുടെ നമ്പർ എന്നുള്ളത് ഓക്സിഡേറ്റീവ് ആക്ടിവിറ്റി ഓഫ് ദി മൈറ്റോകോൺട്രിയ ആയിട്ട് വളരെ റിലേറ്റഡ് ആണ്. ഓക്സിഡേറ്റീവ് ആക്ടിവിറ്റി വളരെ കൂടുതലാണെങ്കിൽ ക്രിസ്റ്റയും അതുപോലെ കൂടുതലായിരിക്കും. പിന്നെ ഇനി മെട്രിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെൻസ് ജെൽ ലൈക്ക് പ്രോട്ടീൻ റിച്ച് സബ്സ്റ്റൻസ് ആണ് മെട്രിക്സിലുള്ളത്. എൻസൈംസ് അതുപോലെ തന്നെ കോ എൻസൈംസ് എല്ലാം മെട്രിക്സിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നു. എൻസൈംസ് ആർ ഫോർ ദി സിന്തസിസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ. പിന്നെ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ, അതുപോലെ എൻസൈംസ് ഓഫ് TCA സൈക്കിൾ, ഇവയെല്ലാം എൻസൈമായിട്ട് മെട്രിക്സിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നുണ്ട്. ദർ ആർ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് മൈറ്റോകോൺട്രിയൽ DNA, പിന്നെ mRNA, tRNA, മൈറ്റോറൈബോസോംസ് ഇവയെല്ലാം മെട്രിക്സിൽ കാണാം. എന്താണ് മെട്രിക്സിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് വെച്ചാൽ വാട്ടർ, പ്രോട്ടീൻ, ലിപ്പിഡ്സ്, DNA, RNA, ഓക്സിഡേറ്റീവ് ആൻഡ് സിന്തറ്റിക് എൻസൈംസ്. പിന്നെ മൈറ്റോകോൺട്രിയയിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇല്ല. മറ്റു തരത്തിലുള്ള ഓക്സിഡേറ്റീവ് ആൻഡ് സിന്തറ്റിക് എൻസൈംസ് ആർ പ്രസൻറ്റ്, ബട്ട് ഡൈജസ്റ്റീവ് എൻസൈംസ് ഇല്ല. മെറ്റാലിക് അയോൺസും കാണാൻ സാധിക്കും. പിന്നെ ഫോസ്ഫോലിപ്പിഡ്സ് സച്ച് ആസ് ഫോസ്ഫാറ്റിഡൈൽ കോളീൻ, ഫോസ്ഫാറ്റിഡൈൽ എത്തനോലാമൈൻ, കാർഡിയോലിപ്പിൻ എന്നിവയെല്ലാം മൈറ്റോകോൺട്രിയയിൽ കാണാം. യുബിക്വിനോൺസ്, ഫ്ലാവിൻസ്, പിരിഡിൻ ന്യൂക്ലിയോറ്റൈഡ്സ് ആർ ഓൾസോ പ്രസൻറ്റ്. ഇവയെല്ലാമാണ് കെമിക്കൽ കോമ്പോസിഷൻ, മൈറ്റോകോൺട്രിയയുടെ കെമിക്കൽ കോമ്പോസിഷന് ഉദാഹരണം. ഇനി നമുക്ക് ക്രിസ്റ്റയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്രിസ്റ്റ ഈസ് ദി ട്രാൻസ്വേഴ്സ് ആവാം, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആവാം. ലാമെല്ലാർ ഓർ ട്യൂബുലാർ ഓർ വെസിക്കുലാർ ആവാം, അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് ആവാം. അതിൻ്റെ എണ്ണം ഓക്സിഡേറ്റീവ് ആക്ടിവിറ്റി ഓഫ് ദ മൈറ്റോകോൺട്രിയ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ക്രിസ്റ്റയുടെ എണ്ണം. എന്തിനാണ് ക്രിസ്റ്റ എന്ന് പറഞ്ഞാൽ
ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ്റെ സമയത്ത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ, ടു ഇൻക്രീസ് സർഫസ് ഏരിയ ഫോർ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, അതാണ് ക്രിസ്റ്റയുടെ ഫങ്ഷൻ. ഇനി മൈറ്റോകോൺഡ്രിയൽ DNA. മൈറ്റോകോൺഡ്രിയയിൽ ഒരു DNA ഉണ്ടെന്ന് നമുക്കറിയാം. മൈറ്റോകോൺഡ്രിയൽ DNA അതൊരു ഡബിൾ സ്ട്രാൻഡ് DNA ആണ്. സർക്കുലർ ആയിട്ടുള്ള ക്ലോസ്ഡ് സർക്കിളാണ്. മൾട്ടിപ്പിൾ കോപ്പീസ് ചിലപ്പോൾ കാണപ്പെടാം. ഒരു സൈഡ് അറ്റാച്ച്ഡ് ടു ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. അറ്റാച്ച് ചെയ്ത നിലയിലാണ് മൈറ്റോകോൺഡ്രിയൽ DNA കാണുക. മൈറ്റോകോൺഡ്രിയൽ DNA സാധാരണ DNA പോലെ തന്നെ ബയോളജിക്കൽ ഇൻഫർമേഷൻ സൂക്ഷിച്ചു വയ്ക്കുന്നു. എന്തിനു വേണ്ടി? ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയയുടെ ഗ്രോത്തിനും മൾട്ടിപ്ലിക്കേഷനും ആവശ്യമായിട്ടുള്ള ബയോളജിക്കൽ ഇൻഫർമേഷൻസ് മൈറ്റോകോൺഡ്രിയൽ DNA സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. മൈറ്റോകോൺഡ്രിയൽ DNA is capable of self-duplication. It undergoes transcription and translation. Depend on nuclear DNA for enzymes and proteins. മൈറ്റോകോൺഡ്രിയൽ DNA ഒരു ഓട്ടോണമസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ഓർഗൻ അല്ല. അത് ഒറിജിനൽ ന്യൂക്ലിയർ DNA ആയിട്ട് ബന്ധപ്പെടുന്നു. ഡിപ്പെൻഡ് ഓൺ ന്യൂക്ലിയർ DNA ഫോർ എൻസൈംസ് ആൻഡ് പ്രോട്ടീൻസ്. എൻസൈംസും പ്രോട്ടീൻസും ലഭിക്കുന്നതിന് വേണ്ടി ന്യൂക്ലിയർ DNA ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. സോ ഇറ്റ്സ് absolutely not that much autonomous or independent. It is related with cytoplasmic inheritance. സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിന് ഉദാഹരണമായിട്ട് മൈറ്റോകോൺഡ്രിയൽ DNA നമുക്ക് പറയാൻ സാധിക്കും. അതിൽ തന്നെ മൈറ്റോകോൺഡ്രിയൽ DNAയിൽ ഹൈ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ കണ്ടൻ്റാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ന്യൂക്ലിയർ DNA ഡീനേച്ചർ ആവുന്നതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്തെങ്കിൽ മാത്രമേ മൈറ്റോകോൺഡ്രിയൽ DNA ഡീനേച്ചേർഡ് ആവുള്ളൂ. ഇനി ATP സിന്തേസിനെ പറ്റി നമുക്ക് പഠിക്കാം. ATP synthase is actually attached to cristae and inner membrane. They are regularly spaced, lollipop-like structures, formerly called elementary particles, F1, F0 particles, oxysomes or Fernandez Morin subunits. ഈ പേരുകളെല്ലാം അറിയപ്പെട്ടിരുന്നു ആദ്യം. പിന്നീട് അവയെ ATPase എന്ന് വിളിച്ചു തുടങ്ങി. മൈറ്റോകോൺഡ്രിയൽ ATPase. മൈറ്റോകോൺഡ്രിയൽ ATPase is actually enzymes. ഈ എൻസൈംസ് രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ് ചെയ്യുന്നു. റിഡോക്സ് റിയാക്ഷൻസിൽ പങ്കുവഹിക്കുന്നു, പിന്നെ സിന്തസിസ് ഓഫ് ATPയുടെ കാര്യത്തിലും പങ്കുവഹിക്കുന്നു. പോൾ ബോയർ, ജോൺ വോൾക്കർ ഇവർക്ക് രണ്ടുപേർക്കും 1997 നോബൽ പ്രൈസ് കിട്ടി കെമിസ്ട്രിയിൽ. ATP സിന്തേസിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും ഇൻ്റർപ്രറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് നോബൽ പ്രൈസ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ പാർട്സ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ബേസ് പീസാണുള്ളത്. ബേസ് പീസ് FO യൂണിറ്റ് ഓർ ഹൈഡ്രോഫോബിക് റീജിയൻ ആണ് ഈ FO യൂണിറ്റ് ബേസ് പീസ്. അതുകൊണ്ട് തന്നെ അത് ന്യൂക്ലിയർ ഇന്നർ മെംബ്രെയിൻ, മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ എംബഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു സ്റ്റോക്ക് ഉണ്ട്, അതായത് F5 to F6 പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നു. ഹെഡ് പീസ് അതൊരു F1 പാർട്ടിക്കിളാണ്. സ്റ്റോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത് 3 പോളിപെപ്റ്റൈഡ് സബ് യൂണിറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഗാമ ചെയിൻ, ഒരു ഡെൽറ്റ ചെയിൻ ആൻഡ് 1 എപ്സിലോൺ ചെയിൻ. ഇവ 3ഉം ചേർന്നുണ്ടാക്കിയിരിക്കുന്നതാണ് സ്റ്റാക്ക്, അതായത് F5 to F6 പാർട്ടിക്കിൾ. ഇനി സ്റ്റാക്ക് കണ്ടെയ്ൻസ് OSCP. OSCP എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒളിഗോമൈസിൻ സെൻസിറ്റിവിറ്റി കോൺഫറിംഗ് പ്രോട്ടീൻസ്. അവ ഈ സ്റ്റാക്കിൽ കാണപ്പെടുന്നു. ഹെഡ് പീസ് ഇസ് ക്യാപ്ഡ് വിത്ത് ATPase ഇൻഹിബിറ്റർ പ്രോട്ടീൻ. ഹെഡ് പീസിൽ ATPase ഇൻഹിബിറ്റർ പ്രോട്ടീൻ കാണാം. ഹെഡ് പീസ് ഉണ്ടാക്കിയിരിക്കുന്നത് 6 സബ് യൂണിറ്റ്സ് വെച്ചാണ്. 3 ആൽഫ സബ് യൂണിറ്റ്സും 3 ബീറ്റ സബ് യൂണിറ്റ്സും. അത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഇനി എന്താണ് ഫങ്ഷൻസ് ഓഫ് മൈറ്റോകോൺഡ്രിയ എന്ന് നോക്കാം. സെല്ലുലാർ റെസ്പിറേഷനിൽ പങ്കുണ്ട്. മെട്രിക്സ് ആണ് സൈറ്റ് ഓഫ് ക്രബ് സൈക്കിൾ ആൻഡ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ്റെയും ക്രബ് സൈക്കിളിൻ്റെയും സൈറ്റ് എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സ് ആണ്. പിന്നെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ വെച്ചാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്ത് നടക്കുന്നത്. F1 പാർട്ടിക്കിൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ പാർട്ട് വഹിക്കുന്നു. പിന്നെ ഹൈബർനേറ്റ് ചെയ്യുന്ന ബാറ്റ്സിൽ ഹീറ്റ് ജനറേഷൻ നടക്കാൻ മൈറ്റോകോൺഡ്രിയ സഹായിക്കുന്നു. പിന്നെ മൈറ്റോകോൺഡ്രിയൽ DNA പ്രൊഡ്യൂസ് പ്രോട്ടീൻസ്. അഡ്രിനൽ കോർട്ടെക്സ് മൈറ്റോകോൺഡ്രിയ
ആ ഭാഗം സ്റ്റിറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിയ സിന്തസിസ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. പിന്നെ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് നടത്തുന്നതിൽ മൈറ്റോകോൺട്രിയയ്ക്കൊരു പങ്കുണ്ട്. പ്ലാസ്മ ജീൻസാണ് ഇവിടെ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് കൊണ്ടുവരുന്നത്. സോ സിന്തസിസ് ഓഫ് മൈറ്റോകോൺട്രിയൽ DNA, RNA ആൻഡ് പ്രോട്ടീൻസ് ഇതുകൂടി മൈറ്റോകോൺട്രിയയുടെ ഒരു ഫംഗ്ഷനായിട്ട് വരും. പിന്നെ കാൽസ്യം ബാലൻസ്, റെഗുലേഷൻ ഓഫ് ഇമ്മ്യൂണിറ്റി, സെൽ ഡെത്ത് ആൻഡ് റിന്യൂവൽ, പിന്നെ സ്റ്റെം സെൽ റെഗുലേഷൻ, പ്രൊഡക്ഷൻ ഓഫ് ATP ഓർ എനർജി, ഈ കാര്യങ്ങളിലെല്ലാം മൈറ്റോകോൺട്രിയയ്ക്ക് മുഖ്യമായിട്ടുള്ള പങ്കുണ്ട്. ഇനി അടുത്ത സെൽ ഓർഗനൽസ് ആണ് റൈബോസോംസ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി എങ്ങനെ റൈബോസോംസിനെ കാണാമെന്നാണ് ആ പിക്ചറിലൂടെ മനസ്സിലാക്കേണ്ടത്. റൈബോസോംസ് ആർ ഗ്രാനുലാർ പാർട്ടിക്കിൾസ് ഓഫ് റൈബോന്യൂക്ലിയോ പ്രോട്ടീൻ. റൈബോസോംസ് മിക്കവാറും എല്ലാ സെൽസിലും കാണപ്പെടുന്നു. പക്ഷേ മെച്വർ RBCയിൽ റൈബോസോംസ് കാണപ്പെടുന്നില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ പ്രൊകാരിയോട്ടിക് ആൻഡ് യുക്കാരിയോട്ടിക് സെൽസിൽ റൈബോസോംസ് കാണപ്പെടുന്നുണ്ട്. പ്രോട്ടീൻ പ്രൊട്ടക്ഷന് ആക്റ്റീവായിട്ടുള്ള എല്ലാ സെൽസിലും റൈബോസോംസ് കാണാം. വെങ്കിട്ടരാമൻ, രാമകൃഷ്ണൻ, തോമസ് എസ് സെയ്റ്റ്സ് എന്നിവർക്ക് 2009 ഈ റൈബോസോമിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും കണ്ടുപിടിച്ചതിന് വഴി നോബൽ പ്രൈസ് കിട്ടി. Ribosomes are found in all living cells which synthesize proteins. They are also present inside the cell organelles like mitochondria and chloroplasts. പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് സിംപ്ലിഫൈഡ് ആയിട്ട് എങ്ങനെ നമുക്ക് റൈബോസോമിൻ്റെ സ്ട്രക്ചർ നോക്കാമെന്ന്. പിന്നെ 3D മോഡൽ, അതുപോലെ മോളിക്കുലാർ സ്ട്രക്ചർ ഓഫ് റൈബോസോം ഇസ് ഓൾസോ ഷോൺ. സ്ട്രക്ചർ ഓഫ് റൈബോസോം. റൈബോസോംസ് അറ്റാച്ച്ഡും ആവാം അല്ലെങ്കിൽ ഫ്രീ റോമിങ്ങും ആവാം. അറ്റാച്ച്ഡ് റൈബോസോംസ് ആർ മോസ്റ്റ് ആക്റ്റീവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ദാൻ ഫ്രീ നോൺ അറ്റാച്ച്ഡ് റൈബോസോംസ്. അറ്റാച്ച്ഡ് റൈബോസോംസ് ആണ് പ്രോട്ടീൻ സിന്തറ്റിക്കലി മോർ ആക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ദർ ആർ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് റൈബോസോംസ്, പ്രോട്ടിയോസോംസ്, അങ്ങനെയുള്ള ക്ലാസ്സസ് ഉണ്ട്. പിന്നെ പ്രൊകാരിയോട്ടിക് റൈബോസോംസ് 70S ആണ്. പിന്നെ യുക്കാരിയോട്ടിക് റൈബോസോംസ് 80S ആണ്. യുക്കാരിയോട്ടിക് റൈബോസോംസ് 3 തരത്തിലുണ്ട്: സൈറ്റോ റൈബോസോംസ്, മൈറ്റോ റൈബോസോംസ് ആൻഡ് ക്ലോറോ റൈബോസോംസ്. യുക്കാരിയോട്ടിക് 80S യുക്കാരിയോട്ടിക് റൈബോസോം ക്യാൻ ബി ഫ്രീലി ഡിസ്പേഴ്സ്ഡ് ഓർ അറ്റാച്ച്ഡ്. അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ലാർജർ സബ് യൂണിറ്റ് ഏതെങ്കിലും മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ റൈബോസോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു പോറസ് സ്ഫെരിക്കൽ പാർട്ടിക്കിളാണ്. 2 സബ് യൂണിറ്റ്സ് ആണുള്ളത്, ഒരു ലാർജ് സബ് യൂണിറ്റും ഒരു സ്മാൾ സബ് യൂണിറ്റും. ഇൻ ബിറ്റ്വീൻ ദിസ് 2 സബ് യൂണിറ്റ്സ് ഈസ് എ ഗ്രൂവ് ഇൻ വിച്ച് mRNA ഈസ് പൊസിഷൻഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ഈ 2 സബ് യൂണിറ്റ്സിൻ്റെ ഇടയിലുള്ള ഗ്രൂവിലാണ് mRNA പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ mRNA റൈബോന്യൂക്ലിയേസസിൻ്റെ ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി. ഇനി ലാർജർ സബ് യൂണിറ്റ് ഒരു ഡോം ഷേപ്ഡ് ആയിരിക്കും. അതിനൊരു സെൻട്രൽ ചാനലുണ്ട്. പിന്നെ 70S പ്രൊകാരിയോട്ടിക് റൈബോസോമിൻ്റെ ലാർജർ സബ് യൂണിറ്റ് 50Sഉം സ്മോളർ സബ് യൂണിറ്റ് 30Sഉമാണ്. പിന്നെ 80S യുക്കാരിയോട്ടിക് റൈബോസോമിൻ്റെ ലാർജർ സബ് യൂണിറ്റ് 60Sഉം സ്മോളർ സബ് യൂണിറ്റ് 40Sഉമാണ്. സ്മോളർ സബ് യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫ്ലാറ്റ് ഡിസ്കോയിഡ് സ്ട്രക്ചർ. അതിൻ്റെ ലോവർ എൻഡ് കോൺവെക്സ് ആണ്, പക്ഷേ അപ്പർ എൻഡ് കോൺകേവ് ആണ്. പിന്നെ സ്മോളർ സബ് യൂണിറ്റ് ഈസ് പ്ലേസ്ഡ് അബവ് ലാർജർ സബ് യൂണിറ്റ് ലൈക്ക് എ കപ്പ് ഇൻ കപ്പ് അറേഞ്ച്മെൻറ്റ്. Assembled ribosomes actively engaged in protein synthesis have distinct functional regions called translational domains. Assembled ആയിരിക്കുന്ന റൈബോസോംസിൽ ചില പ്രത്യേക തരത്തിലുള്ള ഭാഗങ്ങളുണ്ട്, അവയാണ് ട്രാൻസ്ലേഷണൽ ഡൊമെയിൻസ്. സ്മോളർ സബ് യൂണിറ്റ് ഡൊമെയിൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഐസൈറ്റ്, അതായത്
ഇനീഷ്യേഷൻ ഫാക്ടർ ബൈൻഡിങ് സൈറ്റ്, പിന്നെ എം സൈറ്റ്, mRNA സൈറ്റ്. ഈ 2 സൈറ്റാണ് സ്മോളർ സബ് യൂണിറ്റിലെ ട്രാൻസ്ലേഷണൽ ഡൊമെയിൻ. പിന്നെ ലാർജർ സബ് യൂണിറ്റിലെ ട്രാൻസ്ലേഷണൽ ഡൊമെയിൻസാണ് GTPase ഡൊമെയിൻസ്. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് റൈബോസോംസ് അലോങ് mRNA. mRNAയിലൂടെ റൈബോസോംസിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന GTPase ഡൊമെയിനാണ് ലാർജർ സബ് യൂണിറ്റിലുള്ള ട്രാൻസ്ലേഷണൽ ഡൊമെയിൻ. പിന്നെ ഡൊമെയിൻസ് ഷെയർഡ് ബൈ ബോത്ത് യൂണിറ്റ്സ്. 2 യൂണിറ്റ്സിലും പൊതുവായിട്ട് കാണപ്പെടുന്ന ട്രാൻസ്ലേഷണൽ ഡൊമെയിൻസാണ് എ സൈറ്റ്, അമിനോ അസൈൽ സൈറ്റ് ഓർ ആക്സെപ്റ്റർ സൈറ്റ് ഫോർ ബൈൻഡിങ് ഇൻകമ്മിങ് അമിനോ അസൈൽ tRNAs. പിന്നെ പി സൈറ്റ്, പെപ്റ്റിഡൈൽ സൈറ്റ് ഫോർ പോളിമറൈസേഷൻ സൈറ്റ് ഫോർ ബൈൻഡിങ് പെപ്റ്റിഡൈൽ tRNA linked to a growing peptide chain. ഈ സൈറ്റും കാണാം, അതായത് എക്സിറ്റ് സൈറ്റ് ഫോർ ബൈൻഡിങ് ഓഫ് ഡീചാർജ്ഡ് tRNA. ഈ സൈറ്റ് എന്ന ഭാഗം ബാക്ടീരിയൽ റൈബോസോമിൽ മാത്രമാണ് കാണപ്പെടുന്നത്. The 2 ribosomal subunits remain bound to each other during protein synthesis. After protein synthesis, they dissociate. ഈ ഒരു ഡിസോസിയേഷൻ എന്നത് Mg2+ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. Many ribosomes together form a polyribosome. ഇനി എന്തൊക്കെയാണ് റൈബോസോംസിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. പ്രോട്ടീൻ സിന്തസിസ് തന്നെയാണ് മുഖ്യമായിട്ടുള്ള ഫങ്ഷൻ. പ്രൊവൈഡ് എൻസൈംസ് ആൻഡ് സെർവ് ആസ് ഐഡിയൽ അറ്റാച്ച്മെൻറ്റ് സൈറ്റ് ഫോർ ദി ഗ്രോയിങ് പെപ്റ്റൈഡ് ചെയിൻസ്. പെപ്റ്റൈഡ് ചെയിനിന് ഗ്രോ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള എൻസൈംസ് നൽകുന്നു. പിന്നെ അറ്റാച്ച്മെൻറ്റ് സൈറ്റ്സും നൽകുന്നു. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഓഫ് ജനറ്റിക് ട്രാൻസ്ലേഷൻ. ജനറ്റിക് ട്രാൻസ്ലേഷൻ്റെ വിവിധ തരത്തിലുള്ള സ്റ്റെപ്സ് കോർഡിനേറ്റ് ചെയ്യുന്നു. ഹോൾഡ് ദി mRNA ആൻഡ് മൂവ് അലോങ് ഇറ്റ് ഇൻ കൺവേ, ഫെസിലിറ്റേറ്റിംഗ് കോഡോൺ ആൻറ്റികോഡോൺ ബൈൻഡിങ്. mRNAയിലൂടെ മൂവ് ചെയ്യുന്നു, പിന്നെ കോഡോൺ ആൻറ്റികോഡോൺ ബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഫെസിലിറ്റേറ്റ് ദി ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ tRNA ആൻഡ് mRNA. tRNAയും mRNAയും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. സ്കഫോൾഡ് ഫോർ ഹോൾഡിംഗ് പ്രോട്ടീൻ എക്സാക്ട്ലി ഇൻ പ്ലേസ്. ഓരോ പ്രോട്ടീൻസിനെ ഈ ട്രാൻസ്ലേഷൻ്റെ സമയത്ത് യഥാർത്ഥ ഭാഗത്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഹോൾഡിങ്ങിന് റൈബോസോംസ് സഹായിക്കുന്നു. പിന്നെ റൈബോസൈംസ് പ്ലേ കാറ്റലിറ്റിക് റോൾ. റൈബോസൈംസ് അവ എൻസൈംസ് ആണ്, അവ കാറ്റലിറ്റിക് റോൾ പ്ലേ ചെയ്യുന്നു. പിന്നെ പ്രൊട്ടക്ഷൻ, mRNA ന്യൂക്ലിയസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് റൈബോസോമിൻ്റെ ഫങ്ഷൻ.